മലക്കുകളുടെ ഒരു സംരക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയൊന്നുമല്ല, അത് വലിയ സംഗതിയാണ്. എല്ലാ ദിവസവും റഹ്മത്തിൻ്റെ മലക്കുകളുടെ സംരക്ഷണം കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് എന്ത് ചെയ്യാന്നറിയോ? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ ദുആവും ദിക്റുണ്ടല്ലോ, ആ സുബഹി നിസ്കാരത്തിൻ്റെ സ്പെഷ്യൽ ദിക്റുകൾ ദുആ, അത് കഴിഞ്ഞാൽ പിന്നെ ആ ഇരുന്നോടത്തിരുന്നിട്ട് തന്നെ വലത് കൈ ഒന്ന് എന്ത് ചെയ്യുക, തലയിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 3 തവണ അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ഇങ്ങനെ ചൊല്ലുക. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നൾരിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ വല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു അലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം വല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഇതൊരാൾ ഒരു പ്രഭാതത്തിൽ ചൊല്ലിയാൽ അന്ന് വൈകുന്നേരം വരെ വക്കലല്ലാഹു ബിഹി 70,000 മലക്കാ, 70,000 മാലാഖമാരെ അയാളുടെ സംരക്ഷണത്തിനായി, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പടച്ച റബ്ബ് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.